ഒരു എഴുത്തുണ്ട്. ആരുടെ? മിനിസ്റ്റർ നേരിട്ട് കൊടുത്തയച്ചതാ. ഏത് മിനിസ്റ്റർ? ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ രുദ്രനെ തിരിച്ച് ജോലിക്ക് എടുക്കണമെന്ന് ശക്തമായ ഭാഷയിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് സാർ. രുദ്രനെ തിരിച്ച് ജോലിക്ക് എടുക്കില്ല. സാർ അങ്ങനെ പറയുള്ളൂന്നറിയാം. മിനിസ്റ്റർ അല്പം വാശിയില്ല. ഈ വർഷത്തെ എക്സ്പോർട്ട് ഓർഡർ മുഴുവൻ മീറ്റ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലൈക്കുള്ള ഗവൺമെന്റ് കോട്ട. എന്തൊക്കെ സംഭവിച്ചാലും രുദ്രനെ ഇവിടെ ജോലിക്ക് എടുക്കില്ല. ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഓഫീസിൽ നിന്നും ചില കടലാസുകളൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ യൂണിയൻകാരുടെ. ഇവിടത്തെ മിനിസ്റ്റർമാരെ മുഴുവൻ പറഞ്ഞാലും യൂണിയനുകൾ എല്ലാം ഇടപെട്ടാലും രുദ്രൻ ഇനി ഈ ഫാക്ടറി വർക്ക് ചെയ്യില്ല. ഈ ഫാക്ടറി നിന്ന് വലിച്ചെറി. സാർ കമ്പനിക്ക് വേണ്ടിയാണ്, വെറുതെ വാശി പിടിച്ച്. ഇതിൽ വാശിയുടെയും വൈരാഗ്യത്തിന്റെ ഒന്നും പ്രശ്നമില്ല. പ്രിൻസിപ്പിളാണ്. ഈ നടുമുറ്റത്ത് വെച്ച് ഒരുത്തനെ കുത്തിക്കൊല്ലുക, കുറെ കാലം ജയിലിൽ കിടന്നിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരിക, അവൻ കുറ്റവാളിയാണെന്ന് ഞാനും നിങ്ങളും ഇവിടുള്ള മറ്റുള്ളവരും വിശ്വസിക്കുന്നിടത്തോളം കാലം അവനെ ഞാൻ ഇതിനകത്ത് കയറ്റുകയില്ല. തീർച്ച. നിർത്തിയേര്. ഇത് ഇവിടെ വെച്ച് നിർത്തിയേര്. ആ മന്ത്രിയുടെ കത്ത് വലിച്ചു കയറി 2 കുത്തും പറയാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ അയച്ചു കൊടുത്തേ. ഒരു വല്ലാത്ത പ്രകൃത അപ്പുവിന്റെ പപ്പയ്ക്ക്. എപ്പോഴെപ്പോഴും ദേഷ്യ. എങ്ങനെ താങ്ങി അപ്പുവിന്റെ മമ്മി ഇതൊക്കെ? അപ്പുവിന് ഓർമ്മയുണ്ടോ മമ്മിയെ? ഞാൻ എപ്പോഴും കാണുമല്ലോ മമ്മിയെ. മിന്നുവിനെ കാണണോ? എങ്ങനെ കാണാനാ? വീഡിയോയിലുണ്ട്, ഒരുപാടുണ്ട്. മമ്മി എന്നെ കുളിപ്പിക്കുന്നതും ഉടുപ്പിടിക്കുന്നതും ഞാൻ മമ്മിയുടെ കൂടെ കിടന്നുറങ്ങുന്നതും ഒക്കെ ഉണ്ട്. പിന്നെ ഓഡിയോ കാസറ്റ് ഇല്ലേ, അതിനകത്ത് മമ്മി പാടാറുള്ള പാട്ടുകളും ഉണ്ട്. എനിക്കെല്ലാം കാണണം അപ്പു. എനിക്കെല്ലാം അറിയണം. വാ. നമസ്കാരം സാർ. ഒരു കൊല ചെയ്തവനാ ഞാൻ. ജയിലിൽ കിടന്നവനാ, സമ്മതിച്ചു. ഇന്ന് അതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നവനുമാ. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വേറെങ്ങും ജോലി കിട്ടില്ല. ജോലിയില്ലാതെ ജീവിക്കാനാവില്ലല്ലോ. സാറിനെ ജോലിക്ക് എടുക്കണം. ഇല്ല സാർ, ഞാൻ കൊന്നത് ഒരു തൊഴിലാളി വഞ്ചകനെയാണ്. ഒരു തൊഴിലാളി പോലും എനിക്കെതിരെ പരാതി പറയില്ല. ആര് പരാതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിന്നെ ഇനി ജോലിക്ക് എടുക്കില്ല. ഒരു തൊഴിലാളിയെ കൊന്നിട്ടാ ഞാൻ ജയിലിൽ പോയതും പൊടി തട്ടി തിരികെ വന്നതും. ഇനി ഒരു മുതലാളിയെ കൂടി കൊന്നിട്ടായാലും ഞാൻ അതേപോലെ തന്നെ തിരികെ വരും. നീ ഇതൊക്കെ പോയി വല്ല കൊച്ചു പിള്ളേരോടും പറ. ഒരു കൊച്ചു പയ്യൻ വീട്ടിലുണ്ടല്ലോ, അത് മറക്കണ്ട. ദുഃഖിക്കും, ഇതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും. ദുഃഖിക്കും, ഇതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും. ബാലു ഫിറ്റാ. എങ്ങനെ ഫിറ്റായിരിക്കും? ജീപ്പ് വട്ടം കൊണ്ടിട്ട് വലിയ സ്റ്റൈലിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്. മതി, കേട്ടതാ. 5-6 പ്രാവശ്യം കേട്ടതാ. ഇനി കേട്ടാ ബോറടിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിർത്തിയേക്കല്ലേ? അതാ നല്ലത്. എന്നിട്ട് നേരത്തെ പോയി കിടന്ന് ഉറങ്ങ്. ശരി, പോയേക്കാം. ബില്ലൊക്കെ ഞാൻ കൊടുത്തോളാം. അപ്പൊ ഞാൻ പോയേക്കാം. പോയിട്ടിപ്പ എന്തിനാ? അവിടെയും കൊണ്ടുവന്നിടത്തിനെ കുടിയിരുത്തിയിട്ടുണ്ടല്ലോ. ആരെ? മീനാക്ഷി. മിന്നൊന്ന് വിളിക്കുന്നതാ ഇഷ്ടം. ആഫ്സാരി ശരിക്കും കിടന്നതാ. എന്റെ കണ്ണ് തെറ്റിയോടെ. ഇതും കേട്ടതാ. ഒരുപാട് പ്രാവശ്യം കേട്ടതാ. ഇനി കേട്ടാ ഭയങ്കരമായിട്ട് ബോറടിക്കും. ബോറടിപ്പിക്കുന്നില്ലേ? ഞാൻ പോവാ. സോറി. ഗുഡ് നൈറ്റ്. പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ. എന്റെ പേര് കൃഷ്ണപിള്ള. ഒരു ചെറിയ രാഷ്ട്രീയ ജീവിതമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. ഞാനായി മന്ത്രിയുടെ കത്ത് ആഫീസിൽ കൊടുത്തയച്ചത്. അതിപ്പം വലിച്ചു കയറി 2-3 കുത്തും വരെയായിട്ടെങ്കിൽ തിരികെ കിട്ടി. ഇത്രയ്ക്കൊക്കെ പോണോ? പോരാ, കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ നേരം കിട്ടിയില്ല. മോശമാണ്. മോശമൊക്കെ ഞാൻ സഹിച്ചു. വഴിന്ന് പറയുക. ഞാനേ ഫിറ്റാ. ചിലപ്പോ നല്ല തെറി കിട്ടും, ചിലപ്പോ തട്ടും കിട്ടും. മാറിയേക്ക്. ഈ മുതലാളിമാരൊക്കെ ഇങ്ങനെയായ പാവപ്പെട്ട നമ്മളൊക്കെ എന്തോ ചെയ്യും?
മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ എന്നാ കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു. വരുന്നില്ലേ? ഞാൻ വന്നോളാം. മീനാക്ഷി പോയിക്കോളൂ. ദേ വരുന്നില്ലേ? വരിക. അപ്പു ഉറങ്ങിയോ? ഉറങ്ങി. അപ്പു മാത്രമല്ല, കേശുവും അമ്മിണിയടുത്തേയും പണിക്കരേട്ടനും ഒക്കെ ഉറങ്ങി. എല്ലാരും കിടന്നോ? കഴിക്കാനുള്ളതൊക്കെ ഞാൻ വിളമ്പിക്കൊടുത്തോളാന്ന് പറഞ്ഞപ്പോ അമ്മിണിയടുത്തേക്ക് വലിയ സന്തോഷായിരുന്നു. അയ്യോ പതുക്കെ. എന്താ? ഭാമയും ഇങ്ങനെയായിരുന്നു. ഞാൻ 3 നേരവും കഞ്ഞി കുടിക്കുന്ന കാണാനായിരുന്നു അവൾക്കിഷ്ടം. അറിയാം. ഒക്കെ അറിഞ്ഞല്ലേ? അറിഞ്ഞിട്ടില്ലാത്തോന്നുണ്ട്. ഒക്കെ അറിഞ്ഞു, നീ ഒക്കെ അറിഞ്ഞു. പക്ഷേ ഒന്നറിഞ്ഞില്ല. എന്നെ അറിഞ്ഞില്ല നീ. എന്റെ പൊന്നുമോന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് പോലും ഞാൻ ഇരിക്കാത്ത എന്താണെന്നറിയോ നിനക്ക്? അവന്റെ അമ്മയുടെ ഓർമ്മകൾ എനിക്ക് വരാതിരിക്കാനാ. രാത്രിയും പകലും ആവശ്യത്തിലേറെ തിരക്ക് വാരി തലയിൽ വെച്ച് നടക്കുന്ന എന്തിനാണെന്നറിയോ നിനക്ക്? എന്റെ ഭാമയുടെ ഓർമ്മകൾ ഒരല്പം പോലും വരാതിരിക്കാനാ. താങ്ങില്ലത്. അത് താങ്ങാനുള്ള കരുത്തില്ല ഈ മനസ്സ്. ലോകത്തിൽ ഒരിക്കലും എന്റെ ഭാമയ്ക്ക് പകരമാവാനാവില്ല. ആവാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇവിടുന്ന് പൊയ്ക്കോളെന്ന് ഒരിക്കലും ഞാൻ നിന്നോട് പറയില്ല. പക്ഷേ അല്പമെങ്കിലും നന്മ നിന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീയായിട്ട് തന്നെ പോകുന്നതാണ് നല്ലത്. ഇപ്പോ ഈ വീടിന്റെ കാലാവസ്ഥ ഏതാണ്ടൊന്ന് പിടികിട്ടി കാണുമല്ലോ. ഇനിയിപ്പൊ മോളുടെ ഭാവം എന്താ? പണിക്കരേട്ട, അപ്പുവിന്റെ പപ്പയോട് എനിക്കൊന്നുമില്ലായിരുന്നു ഇതുവരെ, സത്യം. പക്ഷെ ഇപ്പോഴാ ഞാനങ്ങ് പ്രേമിച്ചു പോയത്. എന്തോന്ന് പ്രേമോ? സ്വന്തം ഭാര്യ ഇത്ര കണ്ട് സ്നേഹിക്കുന്ന മനുഷ്യനെ ലോകത്തിലേത് പെണ്ണാ പ്രേമിച്ചു പോകാത്തത്? ഞാനങ്ങ് വെറുതെ വിട്ടേക്കുന്ന. അയ്യേ. ഗുഡ് മോർണിംഗ്. എന്താ? ആ പെങ്കൊച്ച് വെളുപ്പാൻ കാലത്ത് തന്നെ അപ്പുമോനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചോണ്ട് പോയി. എങ്ങോട്ട്? ക്ലബിലേക്ക്. വെള്ളത്തിലാ കളി. കാലത്തെ മുതലേ ബോട്ടിൽ കിടന്ന് കറക്കുക. എന്തൊരു സ്പീഡാ! കറക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ അവളോട് ഇതിൽ എത്ര വേണേലും എടുത്തോളാൻ പറ.
മുഴുവൻ വേണമെങ്കിൽ മുഴുവനും, എന്നിട്ട് പിരിഞ്ഞു പോയിക്കോളാൻ പറ. ഡിസ്മിസ്. ഓ ആ ജോലി ഞാൻ തന്നെ ഏൽപ്പിക്കുക. ഞാൻ തിരികെ വരുമ്പോ അവൾ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഉണ്ടായ പിന്നെ താനും കരച്ചനായിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്ക്. ഓ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ ചെവിയിലൊന്ന് പിടിച്ചോ. കാര്യം എന്താന്ന് വെച്ചാൽ പറയടൂ. ആ കൊച്ചിനെ, ആ. ആ മീനാക്ഷിക്ക് ആ. ഇന്നലെ അർദ്ധരാത്രി പോലെ സാറിനോടൊരു പ്രേമം പോലും. ഒന്ന് പോടും. എന്താ പണിക്കരേട്ടാ വെളുപ്പാങ്കാലത്തെ വെറും വയറോടെ കടവില്? ദേ ഞാനൊരു ഗൗരവക്കാരനാ. കളി തമാശ എനിക്ക് പിടിക്കില്ല. ഞാനിപ്പോ പറയാൻ പോകുന്നതും ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്ത് വന്നാലും മീനാക്ഷിയെ ആ വീട്ടിനകത്തോട്ട് കയറ്റരുതെന്ന് ബാലു സാറ് വളരെ കർക്കശമായിട്ട് പറഞ്ഞിരിക്കുക. അയ്യടാ, കർക്കശമായിട്ട് പറഞ്ഞിരിക്കുന്നു. വെറുതെ എന്റെ ജോലി കളയിക്കരുത്. വൈകിട്ട് വരുമ്പോ കൊച്ച ആ വീട്ടിലുണ്ടെങ്കിൽ എന്നെ പറഞ്ഞു വിടുക, ചതിക്കരുത്. ഏ ഇതിൽ എത്ര വേണമെങ്കിലും ഇത്രയും നാൾ ജോലി ഇതിന്റെ കൂലിയായിട്ട് എടുത്തോളാൻ പറഞ്ഞു ബാലു സാർ. നീ എന്തിനാ വിഷമിക്കുന്ന? മറ്റത് കയ്യിലുണ്ടല്ലോ അല്ലേ? എന്തു പറ്റത്? അതൊന്നും പണിക്കരേട്ടന് അറിയണ്ട. നീ വാ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞേച്ചു പോ. അധികം വെള്ളച്ചിലെടുക്കരുത്. കുട്ടി ഇവിടെ വരാനാ പറഞ്ഞത്. പണിക്കരേട്ടൻ വിഷമിക്കാതെ, ചേട്ടന്റെ ജോലിയൊന്നും പോവില്ല. വേണമെങ്കിൽ ഒരു പ്രമോഷനുമായി തന്നേക്കാൻ പോരെ? അപ്പൊ പിന്നെ ഈ രൂപയോ? അത് താൻ എടുത്തോടോ. താനോ? ഓടിക്കോ. വേണ്ടപ്പോ അധികം ചിരിക്കണ്ട. കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രശ്നത്തിലാ. ഇപ്പൊ എന്താ ഒരു പോംവഴി? അതെ, അപ്പുന്റെ പപ്പയ്ക്ക് ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാം. എന്ത് സമ്മാനമാ? അത് ആലോചിക്കേണ്ടത്. എന്താ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം? ആ അപ്പുന് ഇഷ്ടപ്പെട്ട എന്തുവാ? ഇപ്പൊ ഞാൻ അപ്പുവിനൊരു സമ്മാനം തരുന്നു എന്നിരിക്കട്ടെ. എന്ത് സമ്മാനം തന്നാലായിരിക്കും അപ്പുന് കൂടുതൽ ഇഷ്ടം? എന്റെ മമ്മിയെ തരുവോ സമ്മാനായിട്ട്? തരാലോ. മരിച്ചവരെങ്ങനെ തിരിച്ചു വരും? അതൊക്കെ വരും, നമുക്ക് കാണാം. അപ്പുന് അപ്പുന്റെ മമ്മിയെ കിട്ടിയാ പോരെ? തീർച്ചയായിട്ടും കിട്ടും. നോക്കിക്കോ. എപ്പോ? താമസിയാതെ. ഒരിക്കൽ അപ്പൂനെ നടുക്കിരുത്തി ഞാനും അപ്പൂന്റെ പപ്പയും അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇതുപോലൊരു സ്പീഡ് ബോട്ടിൽ അങ്ങ് ദൂരെ ദൂരെ പോവും. അപ്പൂന്റെ മമ്മിയെ തേടി. അന്ന് നോക്കിക്കോ അപ്പൂന് മമ്മിയെ കിട്ടുവോ കിട്ടില്ലേന്ന്. അപ്പു, ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്തുവാ? പറയൂ. ആ അപ്പൂന് എന്നെ ഇഷ്ടമാണോ? എത്ര ഇഷ്ടം? ഒരുപാട്. ഒരുപാടെന്ന് വെച്ചാ? ഇത്ര ഉം, അല്ല